ഹായ് നമസ്കാരം, ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്യൂഡോമോണസ് ഉണ്ടല്ലോ, അത് അമിതമായിട്ട് നമ്മൾ ചെടികളിൽ കൊടുത്താൽ എന്തെങ്കിലും ദോഷമുണ്ടോ പലരും ചോദിക്കുന്നതാണ്. അതേപോലെ സ്യൂഡോമോണസ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് പല വീഡിയോയിലും ഞാൻ അതിനെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈ വീഡിയോയിൽ ഒന്നും കൂടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ സ്യൂഡോമോണസ് ഫ്ലോറസെൻസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ നമ്മൾ പണ്ട് മുതലേ നമ്മളെ മണ്ണിലും അന്തരീക്ഷത്തിലൊക്കെ ഉള്ള ഒരു ബാക്ടീരിയയാണ്. അത് നമ്മുടെ കൃഷിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ബാക്ടീരിയ ആണ് കേട്ടോ. ഒരു മിത്ര കുമിളാണ്. അപ്പോൾ അതിനെ കർഷകന്റെ മിത്രം എന്ന് ഈ സ്യൂഡോമോണസിനെ പറയും കേട്ടോ. അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ മണ്ണിൽ നമ്മൾ കൊടുക്കുക സ്യൂഡോമോണസ് ബാക്ടീരിയനെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണിൽ ചെടികളെ വളർച്ച ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട്, വേരുകളെ വളർച്ച ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം ഈ ബാക്ടീരിയ ഉപകാരപ്പെടുന്നുണ്ട്. എന്നുവെച്ചാൽ മണ്ണിലൂടെ വരുന്ന നമ്മളെ ഫംഗൽ ഇൻഫെക്ഷൻ ഇതൊക്കെ തടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെടികൾ നല്ല സ്ട്രെങ്ത്തിലേക്ക് വരാൻ വേണ്ടി, നല്ല ആരോഗ്യത്തോടു കൂടി ചെടികൾ വളരാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം ഈ ബാക്ടീരിയ ഉപകാരപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ചെടികളുടെ ഇലകളിലൊക്കെ കാണുമല്ലോ കുമിൾ രോഗങ്ങൾ വരുന്നത്. അയച്ചാൽ തളിരില വരുമ്പോൾ തന്നെ ഇല കരിഞ്ഞു പോകുന്നത്, അതേപോലെ തന്നെ മറ്റു ഫംഗൽ ഇൻഫെക്ഷൻ ഇതൊക്കെ വരാതെ മുൻകരുതലായിട്ട് തടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്യൂഡോമോണസ് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലൊക്കെ നല്ല രീതിയിൽ ഗുണം കിട്ടുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഇത് അമിതമായിട്ട് കൊടുത്താൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെച്ചാൽ പലരും പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ ഇലകളിലൊക്കെ ഇങ്ങനെ കുമിൾ രോഗം ഇങ്ങനെ അടിക്കടി വരുന്നു. അപ്പോൾ ഞാനിത് ഡെയിലി സ്പ്രേ ചെയ്ത് കൊടുത്താൽ എന്തെങ്കിലും ദോഷമുണ്ടോ, അല്ലെങ്കിൽ മണ്ണിൽ ഞാൻ 3-4 ദിവസം കൂടുമ്പോൾ ഞാൻ സ്യൂഡോമോണസ് ഇട്ട് കൊടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെയാണ്. അപ്പോൾ ഈ സ്യൂഡോമോണസ് ബാക്ടീരിയ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ബാക്ടീരിയ ആണ്. അപ്പോൾ ഇത് നല്ല വെയിൽ തട്ടിക്കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ ചത്തുപോകും. അപ്പോൾ ഏകദേശം ഒരു റൂം ടെമ്പറേച്ചറിൽ നമ്മൾ കറക്റ്റ് കീപ്പ് ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ മണ്ണിൽ കൊടുക്കാന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ജൈവാംശം നിലനിൽക്കണം. അതേപോലെ തന്നെ നല്ല രീതിയിൽ മണ്ണിൽ ഈർപ്പം നിലനിൽക്കണം. എന്നാൽ മാത്രമേ ഇത് കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ബാക്ടീരിയ നമ്മൾ എത്രത്തോളം നമ്മളെ മണ്ണിലേക്ക് നമ്മൾ കൊടുക്കുന്നു അത്രത്തോളം നല്ല. കാരണം നമ്മളെ മണ്ണിൽ എത്രത്തോളം ഈ ബാക്ടീരിയ നിലനിൽക്കണം അതിനനുസരിച്ച് നമുക്ക് ഗുണം കിട്ടുള്ളൂ. ഒരു കാരണവശാലും നമുക്കത് ദോഷം കിട്ടൂല. പക്ഷെ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ മറ്റെന്തെങ്കിലും രാസവളങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവാണു വളങ്ങളോ, അപ്പോൾ വാമോ അതേപോലെ നമ്മളെ ട്രൈക്കോഡർമ ഫംഗിസൈഡോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളൊരു 15 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുക്കുക. അതെന്തുകൊണ്ടാണ് വിചാരിച്ചാൽ നമ്മളിപ്പോൾ സ്യൂഡോമോണസ് കൊടുത്ത് അതിൻ്റെ ബാക്കിൽ തന്നെ നമ്മൾ ട്രൈക്കോഡർമ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്യൂഡോമോണസ് ബാക്ടീരിയക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടൂല. കാരണം ട്രൈക്കോഡർമ ആയിരിക്കും അവിടെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഗുണം കിട്ടൂല എന്ന് മാത്രമല്ല, അല്ലാതെ നമുക്ക് വേറെ ദോഷങ്ങളൊന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെ ഇത് അമിതമായിട്ട് മണ്ണ് കൊടുത്താലും നമുക്ക് യാതൊരുവിധ ദോഷവുമില്ല. പിന്നെ പലരും ചോദിക്കുന്നതാണ് ഇലകളിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഫ്രൂട്ടൊക്കെ ഉണ്ട്, ഇപ്പോൾ പച്ചമുളക് ഇതൊക്കെ ഉണ്ട്, കായ്ച്ച് കിടക്കുകയെന്നുണ്ടെങ്കിൽ ഇത് എന്തെങ്കിലും ദോഷമുണ്ടോ? ഒരു ദോഷവുമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് വൈകുന്നേരങ്ങളിലാണല്ലോ നമ്മൾ കൊടുക്കുക. കാരണം രാവിലെ കൊടുത്താൽ വെയിലടിക്കുന്ന ടൈമിൽ ഈ ബാക്ടീരിയ തന്നെ ചത്തുപോകുമല്ലോ. അപ്പോൾ അതിൻ്റെ ഗുണം കിട്ടൂല. അപ്പോൾ വൈകുന്നേരങ്ങൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ രാത്രി ഉള്ള എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ കിടച്ചല്ലോ വരുന്നത് തടുക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. പിറ്റേന്ന് രാവിലെ വെയിൽ ഉദിച്ചു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ തന്നെ ഇപ്പം നമ്മൾ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇതിനിപ്പം നമ്മളെ ഫ്രൂട്ടിൻ്റെ മേലൊന്നും പറ്റിപ്പിടിച്ച് വരിക എന്ന് വെച്ചാൽ നിൽക്കൂല, അതൊക്കെ ചത്തുപോവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. നമുക്ക് ഡെയിലി സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്, ഡെയിലി സ്പ്രേ ചെയ്ത് കൊടുക്കുക. 2 ദിവസം കഴിഞ്ഞിട്ട് അതിൽ 3 ദിവസം ഗ്യാപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെയും കൊടുക്കുക. അതേപോലെ തന്നെ മണ്ണ് കൊടുക്കുമ്പോൾ നമ്മൾ ആഴ്ചയിൽ കൊടുക്കണമെന്നുണ്ട്, അങ്ങനെയും കൊടുക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഈ കാര്യം മാത്രമേ ഉള്ളൂ, മറ്റു രാസവളം കൊടുക്കുന്നുണ്ടെങ്കിലോ അല്ല മറ്റെന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടാലേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്തത്, ഇത് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പല വീഡിയോയിലും പറയുന്നതാണ്, ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് വേണം വാങ്ങാൻ. കാരണം ഈ ബാക്ടീരിയനെ ഒന്നെങ്കിൽ ചോക്ക് പൗഡറിൽ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിന് 6 മാസത്തെ കാലാവധി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡേറ്റ് ഇപ്പോൾ ഏകദേശം ഒരു ഡിസംബർ മാസത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ മാർച്ച് ലാസ്റ്റ് പോയിട്ട് വാങ്ങുമ്പോൾ അതിൻ്റെ ഓൾറെഡി 3 മാസം കഴിഞ്ഞ് 4-ാം മാസത്തിലേക്ക് അടുത്ത്, അപ്പോൾ പിന്നെ 2 മാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ 1 കിലോൻ്റെ പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അത് കൂടുതലായിട്ട് ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ വാങ്ങുമ്പോൾ പ്രൊഡക്ഷൻ ഡേറ്റ് തൊട്ടടുത്തുള്ളത് മാത്രം വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ വാങ്ങി കൊണ്ടുവന്ന് കഴിഞ്ഞാലും നമ്മൾ വീട്ടിൽ നല്ല വെയിൽ തട്ടുന്ന സ്ഥലത്തോ അങ്ങനെയൊന്നും വെക്കാതിരിക്കുക. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല എയർ ടൈറ്റ് ആയിട്ട് കെട്ടി വെക്കുക. ഒരു റൂം ടെമ്പറേച്ചർ വരുന്ന സ്ഥലത്ത്, കുട്ടികൾക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ സൂക്ഷിക്കുക. ഇനി ഇതിൻ്റെ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ 1 വർഷത്തെ കാലാവധിയിലാണ് വരിക. അതും വാങ്ങുമ്പോൾ ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കുക, അതിൻ്റെ പ്രൊഡക്ഷൻ ഡേറ്റും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ഇതേപോലെ നമ്മൾ സൂക്ഷിക്കുക. ഇനിയിപ്പോൾ ഇത് എടുക്കേണ്ട അളവ് 20 ഗ്രാം എന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞു. അപ്പോൾ പലരും ചോദിച്ചിട്ടില്ല പക്ഷേ അളവ് കൂടിപ്പോയതിൻ്റെ കുഴപ്പം. ഒരു കുഴപ്പമില്ല, 20 ഗ്രാമിൽ കൂടിയാലും കുഴപ്പമില്ല, ലേശം കുറഞ്ഞാലും കുഴപ്പമില്ല. ഏകദേശം ഒരു 20 ഗ്രാം ലെവലിൽ നമ്മൾ എടുത്താൽ മതി. അതേപോലെ ലിക്വിഡാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 5 ml രൂപത്തിൽ നമ്മൾ എടുത്താൽ മതി. ഇത് നമുക്ക് മനുഷ്യനോ അല്ലെങ്കിൽ ഒരു രീതിയിലും നമുക്ക് ദോഷം ചെയ്യുന്നില്ല കേട്ടോ. പക്ഷെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴൊക്കെ നമ്മളൊരു മാസ്ക് ഇടുന്നത് നല്ലതാണ്. കാരണം എന്തെങ്കിലും ഇപ്പോൾ
അലർജി അസുഖങ്ങളുള്ളവരോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇതുണ്ടല്ലോ ആസ്മ ഉള്ളവർ, അതേപോലെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ, അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു മാസ്ക് ഇടുന്നത് നല്ലതാണ്. കാരണം ഇത് ചിലപ്പോൾ എഫക്റ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ മുന്നിൽ നിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാതിരിക്കുക. കാരണം എന്താ പറയുക, അധികം ആൾക്കാർ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ കാറ്റിൻ്റെ ദിശ നോക്കിയിട്ടൊന്നല്ല സ്പ്രേ ചെയ്യണേ. നമ്മളിപ്പോൾ ഈ ഇലയിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ അവിടെ നിന്ന് കാറ്റുണ്ടെങ്കിൽ ഇത് നമ്മളറിയാതെ തന്നെ നമ്മളെ മൂക്കിലേക്ക് കയറിക്കൊണ്ടേയിരിക്കും. അത് ഇത് എന്നല്ല, ഏത് വളങ്ങളോ ഏത് കീടനാശിനിയോ ആണെങ്കിലോ. അപ്പോൾ കാറ്റിൻ്റെ ഓപ്പോസിറ്റ് ദിശയിൽ ഇരുന്നിട്ട് ഒരു കാരണവശാലും നമ്മൾ സ്പ്രേ ചെയ്യാതിരിക്കുക. അവിടെ നിന്ന് കാറ്റ് വരുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ സ്യൂഡോമോണസോ മറ്റെന്ത് ജീവാണു വളങ്ങളോ അല്ലെങ്കിൽ ഇതേപോലെ ഫംഗിസൈഡ് എന്താണെങ്കിലും നമ്മൾ കലക്കുന്ന ടൈമിൽ, വെള്ളത്തിൽ കലക്കുന്ന ടൈമിൽ ക്ലോറിൻ അടങ്ങാത്ത വെള്ളം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ക്ലോറിൻ അടങ്ങിയ വെള്ളത്തിലാകുമ്പോൾ ഈ ബാക്ടീരിയ അവിടെ വെച്ചിട്ട് തന്നെ ചത്തുപോകും. പിന്നെ നമ്മൾ അത് ഉപയോഗിച്ചിട്ട് യാതൊരുവിധ ഗുണം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഇത് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഇത് കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ഡൗട്ട് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇത് റിപ്പീറ്റ് ആയിട്ട് വീണ്ടും പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്